ചേക്കിഴാർ സ്വാമിയുടെ പെരിയ പുരാണത്തിലെ അടുത്ത ഒരു ശിവഭക്തൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് കിടക്കാം. നടുനാട്ടിലെ പ്രസിദ്ധ നഗരമാണ് പെണ്ണാകടം. ഈ പെണ്ണാകടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രം വളരെ പ്രശസ്തമാണ്. മാത്രമല്ല അതിൻ്റെ ശില്പവേലയും അതിൻ്റെ വാസ്തുവിദ്യയുമെല്ലാം തന്നെ അത്ഭുതകരവണ്ണം മഹത്തരമാണ്. ഗജപൃഷ്ഠാകൃതിയിലുള്ള ഒരു ക്ഷേത്രമാണ് ഈ ശിവക്ഷേത്രം. അവിടുത്തെ ശിവൻ വളരെയേറെ ശക്തിയുള്ള ദേവനാണെന്ന് പറയപ്പെടുന്നു. തിരുനാവുക്ക് അരശർ എന്ന അപ്പർക്ക് മുതുകത്ത് വൃഷഭമുദ്രയും അതേപോലെ ശൂലമുദ്രയും ചാർത്തി കൊടുത്തത് ഈ ക്ഷേത്രത്തിലെ ദേവനാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് പ്രശസ്തമാണ് ഈ ശിവക്ഷേത്രം. ഈ ശിവക്ഷേത്രത്തിനടുത്ത് കലിക്കമ്പർ എന്നു പേരുള്ള ഒരു കച്ചവടക്കാരൻ ജീവിച്ചിരുന്നു. അദ്ദേഹം മഹാശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി കച്ചവടമാണെങ്കിലും ആ കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം അത്രയും ശിവഭക്തന്മാർക്ക് അന്നദാനം കൊടുക്കാൻ വേണ്ടി വിനിയോഗിച്ചിരുന്നു. അതിന് അയാളുടെ ഭാര്യയും എപ്പോഴും കൂടെ ഉണ്ടാകുമായിരുന്നു. അങ്ങനെ ഭർത്താവും ഭാര്യയും കൂടി എല്ലാ ദിവസവും ഉച്ച സമയത്ത് വരുന്ന എല്ലാ ശിവഭക്തന്മാർക്കും ഭക്ഷണം കൊടുക്കും. ആ ഭക്ഷണം കൊടുക്കുന്നൊരു പ്രത്യേക രീതിയിലാണ്. വരുന്നവരെ സൽക്കരിച്ചിട്ട് അവരുടെ കാല് ഒഴിച്ച് കഴുകി ഈ കലിക്കമ്പർ തന്നെ തുടച്ച് വൃത്തിയാക്കി അങ്ങനെ പാദപ്രക്ഷാളനം ചെയ്തതിന് ശേഷമാണ് ആ ശിവഭക്തനെ അകത്തേക്ക് ക്ഷണിച്ചു വരുത്തി വിഭവസമർത്ഥമായ സദ്യ കൊടുക്കുന്നത്. അത് ക്യൂ നിന്നാണ് ആൾക്കാർ ഈ ഭക്ഷണം സ്വീകരിക്കുന്നതെന്നാണ് പറയുന്നത്. ഓരോരുത്തരെയും കാല് കഴിയിച്ചൂട്ട് എന്നൊരു ചടങ്ങ് തന്നെ പല ഭാഗങ്ങളിലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കാൽ കഴിയിച്ച് ഊട്ട് കൊടുക്കുന്ന ഈ ശിവഭക്തൻ എല്ലാ ദിവസവും ഇത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ശിവഭക്തന്മാർ നിരന്നു നിൽക്കുമ്പോൾ ഇദ്ദേഹം പതിവ് പോലെ എല്ലാവരുടെയും പാദപ്രക്ഷാളനം ചെയ്ത് കാല് തുടച്ച് വൃത്തിയാക്കി അകത്തേക്ക് ക്ഷണിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭാര്യയാണ് ഇതിന് സഹായം ചെയ്യുന്നത്. അതായത് പാദപ്രക്ഷാളനം ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഭാര്യയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശിവഭക്തൻ വന്നപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഭാര്യ തയ്യാറായില്ല. കലിക്കമ്പർ വളരെ സ്നേഹത്തോടെ അയാളുടെ കാൽ കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ഭാര്യ കിണ്ടിയിലുള്ള വെള്ളം അയാളുടെ കാലിലേക്ക് ഒഴിക്കാതെ മാറി നിന്നു. അതിന് കാരണവുമുണ്ട്. ഈ ശിവഭക്തൻ പണ്ട് കാലത്ത് അവിടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നതാണ്. അങ്ങനെ ജോലിക്ക് നിന്ന ഒരു പരിചാരകൻ്റെ കാലിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് പ്രക്ഷാളനം ചെയ്യാൻ ഈ ഭാര്യയുടെ അഭിമാനബോധം സമ്മതിച്ചില്ല. ഇത് കലിക്കമ്പർ മനസ്സിലാക്കുകയും അദ്ദേഹം ഭാര്യയോട് അങ്ങനെ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ ഭാര്യ അത് കൂട്ടാക്കിയില്ല. ചേക്കിഴാർ സ്വാമികൾ പറയുന്ന ആ ഭാഗം വിവരിക്കുന്ന ഭാഗം ഇങ്ങനെയാണ്: കൊന്നപ്പൂവണിഞ്ഞ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ഈ ഭക്തൻ പണ്ട് ഈ ഗ്രഹത്തിൽ ദാസനായിരുന്നു എന്നാലോചിച്ചാണ് നീ ശങ്കിച്ചു നിൽക്കുന്നത്. ഇത് ശിക്ഷണീയം തന്നെയാണ് എന്നുറപ്പിച്ച് കലിക്കമ്പർ
തൻ്റെ വാളെടുത്ത് ആ ഭാര്യയുടെ കരം വെട്ടിമാറ്റി. ഈ രംഗം ചേക്കിഴാസ്വാമി വിവരിക്കുന്നത് നമുക്ക് കാണാം. വെറുത്ത കൊണ്ടൈ മുടിയാർതം അടിയാർ ഇവർ മുൻ മേവിനാലേ കറുത്തു വെള്ളി നീർ വാരാതൊഴിന്താൾ എൻ്റു മന കൊണ്ട് മറുത്തു നോക്കാർ വടിവാളை വാങ്ങി കരകം വാങ്ങി കൈ തറുത്തു കരകനീരെടുത്ത് ഉത്താമേ അവർ താൾ വിളക്കിനാർ. ഇതാണ് ആ ചേക്കിഴാസ്വാമിയുടെ ശ്ലോകം. അതായത് അവളുടെ കരം അറുത്തു എന്നാണ്, തൻ്റെ വാളെടുത്ത് അറുത്തു എന്നാണ് ഇവിടെ ചേക്കിഴാസ്വാമികൾ വിവരിക്കുന്നത്. പിന്നീട് ഒന്നും സംഭവിക്കാത്തതുപോലെ താൻ തന്നെ ജലമെടുത്ത് ഭക്തിയോടെ ആ ഭസ്മധാരിയുടെ കാൽ കഴിച്ച് പൂജിച്ചു. അതിനുശേഷം മനസ്സിലൊരു പശ്ചാത്താപവുമില്ലാതെ എല്ലാവരെയും വിഭവസമർത്ഥമായ സദ്യ കൂട്ടി. ഇങ്ങനെ ജീവിതകാലം മുഴുവൻ ശിവസേവയും ഭക്തസേവയും ചെയ്ത അദ്ദേഹത്തെ ഭഗവാൻ മറ്റ് ഭക്തന്മാരെ പോലെ തൻ്റെ പാദങ്ങളിൽ ചേർക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഒരു ശിവഭക്തൻ തൻ്റെ ഭാര്യയുടെ ശിവഭക്തിൻ്റെ അവഹേളനത്തെ പോലും സഹിക്കുന്നില്ല. അപ്പോൾ പരിചാരകനാണെങ്കിൽ പോലും ശിവഭക്തനായി തീർന്നു കഴിഞ്ഞാൽ അയാൾ പൂജനീയനാണ്. എത്ര താഴ്ന്ന കുലത്തിൽ ജനിച്ചാലും, എത്ര നിന്ദ്യമായ വേല ചെയ്യുന്നവനായാലും, എത്ര മോശപ്പെട്ട കുലത്തിൽ ജനിച്ചവനായാലും അയാൾ ശിവഭക്തനാണെങ്കിൽ അയാളെ പരമപവിത്രമായ രീതിയിൽ പൂജിച്ച് ആരാധിക്കേണ്ടതാണ്. ആരാണോ ശിവഭക്തനായി ജീവിക്കുന്നത് അവരെല്ലാം തന്നെ പൂജനീയരാണ്. അങ്ങനെ പൂജിക്കപ്പെടേണ്ട ശിവഭക്തരെ പൂജിച്ചില്ല എങ്കിൽ, പൂജാ വ്യതിക്രമം സംഭവിച്ചു എങ്കിൽ ആ ചെയ്ത ആളുടെ കരം തന്നെ വെട്ടിക്കളയാൻ ഇവിടെ കലിക്കമ്പർ തയ്യാറാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഒരു ശിവഭക്തൻ്റെ ഏറ്റവും ഉന്നതമായ ശിവഭക്തിയാണ് നാം ഇവിടെ നോക്കിക്കാണുന്നത്. ശിവഭക്തന്മാരെ ശിവൻ തന്നെയായിക്കൊണ്ട് വാഴ്ത്താൻ എപ്പോഴും ഒരു ശിവസേവകൻ എല്ലായ്പ്പോഴും തയ്യാറാക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശിവഭക്തി കൊണ്ട് മാത്രം ജീവിതത്തെ ധന്യമാക്കിയ അനേകം പേർ ശിവസായുജ്യമടഞ്ഞതായി നമുക്ക് ഈ കഥയിലൂടെ വ്യക്തമാകുന്നു. ഓം ശിവായ നമഃ.